കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025ന്റെ 14ാം ദിനത്തിൽ മലയാള ഐക്യവേദി കൊല്ലം ജില്ലാ സെക്രട്ടറിയായ കാതികൻ പ്ലാക്കാട് ശ്രീകുമാറിന്റെ കഥാപ്രസംഗം നടന്നു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കഥാപ്രസംഗം അരങ്ങേറി. ഈ രണ്ട് കലകൾക്കും മറ്റ് കലകളെ അപേക്ഷിച്ചുള്ള സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ചിന്തിപ്പിക്കുവാനും ആശയങ്ങൾ ഗ്രഹിക്കുവാനും അല്ലെങ്കിൽ ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന രണ്ട് കലകളാണ് കഥാപ്രസംഗവും നാടകവും. പക്ഷേ ഈ രണ്ട് കലയും ഈ പുതിയ കാലത്ത് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്, പ്രതിസന്ധികൾ നേരിടുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും കഥാപ്രസംഗത്തെ നിലനിർത്തുകയും അഥവാ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ കലാസ്നേഹികളുടെയും സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാനും ഒരു ചെറിയ കഥാപ്രസംഗം തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണത്. കേരളത്തിൽ കഥാപ്രസംഗ കലയ്ക്ക് വേണ്ടുവോളം പരിപോഷണം ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും എന്നാലാവുന്നൊരു ചെറിയ സംഭാവന നൽകണമെന്നുള്ളതാണ് ആഗ്രഹം. സമുദ്രതീരത്തിൽ നിൽക്കുമ്പോൾ സമുദ്രതീരം എന്ന ഈ മതേതര വയോജന കേന്ദ്രം ഒരു അഗതി മന്ദിരമായിട്ടോ ഒരു അനാഥാലയമായിട്ടോ ആർക്കും തോന്നാറില്ല. പ്രത്യേകിച്ച് എനിക്കും. ഞാനും ശ്രീകണ്ഠൻ സാറും ശരത്ചന്ദ്ര സാറും ഒക്കെ ഇവിടെ നിരന്തരം വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്ഥാപനത്തിനോടും ഈ സ്ഥാപനം നടത്തുന്ന റിവർ സിംഗിനോടും ഒക്കെയുള്ള വ്യക്തിപരമായ ചില ബന്ധങ്ങളും സ്നേഹോഷ്മളമായ ഒരു സമീപനമൊക്കെ കൊണ്ടാണ്. എൻ്റെ കാരണം നമ്മളൊരു മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും ജനിക്കേണ്ടത് എങ്ങനെ എന്ന് ആഗ്രഹിക്കാറില്ല. അതുപോലെ തന്നെ മരണത്തിലും മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് ചിന്തിക്കാറില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാവുന്നൊരു സംഗതി എങ്ങനെ ജീവിക്കണമെന്നാണ്. എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ നമുക്കിടയിൽ ചില വ്യത്യസ്തമായ ജീവിത പാതകൾ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അവിടെയാണ് ഞാൻ റിവർ സിംഗിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതം സമർപ്പിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ. നമ്മുടെ നാട്ടിൽ വാർദ്ധക്യവും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതാണ്ട് അനാഥരെ പോലെ പുറന്തള്ളുന്ന ഒരു വലിയ ജനസമൂഹത്തെ എനിക്ക് കാത്തുരക്ഷിക്കണം, സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതവും ജീവിതത്തിലെ അധ്വാനം മുഴുവനും സമർപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ കരുത്തും എല്ലാ പിന്തുണയും എല്ലാ സ്നേഹവും നൽകുക എന്നുള്ളത് മാത്രമാണ് എന്നെപ്പോലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർക്കും സുഹൃത്തുക്കളും സ്നേഹിതരും ഒക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹിതരെ, ഏറെ പരിചയമുള്ള എൻ്റെ ഈ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥ ഞാൻ ആദ്യമായി പറഞ്ഞിട്ടൊരു 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. 13 വർഷത്തിന് ശേഷം ശ്രീ നരിക്കലിൻ്റെയൊക്കെ ഒരു നിർബന്ധപ്രകാരം അല്ലെങ്കിൽ സ്നേഹപൂർണമായൊരു ആഗ്രഹപ്രകാരമാണ് വീണ്ടും ഇങ്ങനെ ഒരു കാതികൻ്റെ വേഷം അണിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനു വേണ്ടി ഒരു കൊച്ചു കഥ അവതരിപ്പിക്കുവാൻ 13 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറെടുത്ത് നടത്തിയെങ്കിലും കുറച്ച് വേദികൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പല പല കാരണങ്ങളാൽ നിലച്ചുപോയി. വീണ്ടും ഇങ്ങനെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയുള്ള സന്തോഷം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയും പരിഗണനയും ഒക്കെ സജീവമായി നിലനിർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു. അഭിവാദനങ്ങൾ. വെയിൽ മങ്ങി മഞ്ഞത്തേര് പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. വെയിൽ മങ്ങി മഞ്ഞത്തേര് പൊങ്ങി വിയതങ്ക
വിയതങ്കണത്തേലെ കാർകൾ ചെങ്ങി രാഗാർദ്രനാകും രാഗേന്ദുവെന്നോ വരുവാനൊരുങ്ങുന്നു ഉടയാടകൾ നെയ്തും രാഗാർദ്രനാകും രാഗേന്ദുവെന്നോ വരുവാനൊരുങ്ങുന്നു ഉടയാടകൾ നെയ്തും വെയിൽ മങ്ങി മഞ്ഞക്കതേരും പ്രിയതങ്കണത്തേലെ കാർകൾ സമയം സായാഹ്നമായിരിക്കുന്നു. ഞാൻ അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് എത്തും എന്നാണ് കരുതിയത്. അവിടെ ഞാനൊരു ഗവേഷണ വിദ്യാർത്ഥിയാണ്. കുറച്ച് ദിവസങ്ങൾ അവധിക്കാലം കിട്ടി. നാട്ടിൽ വന്ന് ആഘോഷിച്ച് കളയാം എന്ന് വിചാരിച്ചിറങ്ങിയത്. നാട്ടിൽ ആഘോഷിക്കുക എന്ന് പറയുന്നത് അത്ര ഭംഗിയല്ല. കാരണം എൻ്റെ അമ്മ സുഖമില്ലാതെ കിടപ്പാണ്. കുറച്ചു കാലമായി അരയ്ക്ക് കീഴോട്ട് തളർന്ന് കട്ടിലൊറ്റ കിടപ്പാണ്. അമ്മയെ പരിചരിക്കാൻ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേലക്കാരോ മറ്റോ ഉണ്ടാകും. പക്ഷെ എൻ്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് എത്ര അവധി ദിവസം കിട്ടിയാലും ഞാൻ ഓടി വരും. അമ്മയെ പരിചരിക്കാനാണ്, ശുശ്രൂഷിക്കാൻ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യമായി കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വിവാഹം പ്രായം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് പോലും ആലോചിച്ചിട്ടില്ല. അമ്മയെ ശുശ്രൂഷിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ നാട്ടിൽ വരുന്നത്. പക്ഷേ ഇന്ന് സമയം അല്പം വൈകി. ഏതാണ്ട് സായാഹ്നം കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യ വന്നെത്തിയിട്ടില്ല. ആ രാഗേന്ദു തൻ്റെ ഉടയാടയെ നെയ്തുകൊണ്ട് വരാനുള്ള ഒരുക്കത്തിലാണ്. രാഗാർദ്രനാകും രാഗേന്ദുവെങ്ങോ വരുവാനൊരുങ്ങുന്നു ഉടയാടകൾ നെയ്തും വെയിൽ മങ്ങി മഞ്ഞക്കതേരും പ്രിയതങ്കണത്തേലെ കാർകൾ ചെങ്ങി. ഞാൻ വീടിന് മുമ്പിലെത്തി. വാതിലിനടുത്ത് കാണുന്ന കോളിംഗ് ബെല്ലമർത്തി. ഒട്ടും താമസിച്ചില്ല, വാതിൽ തുറക്കപ്പെട്ടു. വാതിലും തുറന്നു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു യുവസുന്ദരി, ഒരത്ഭുതപ്പെടുത്തുന്ന രൂപം. ഞാൻ അവളെ കണ്ണിമ തെറ്റാതെ നോക്കി അങ്ങനെ നടനകളെ വരവും ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടനകളെ വരവും സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ പോൽ ഇവളൊരു സാലഭഞ്ജികയെ പോൽ സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ പോൽ ഇവളൊരു സാലഭഞ്ജികയെ പോൽ. ഒരു 18 വയസ്സ് തികയുന്നൊരു മലയാളി പെൺകുട്ടി, മെലിഞ്ഞ ശരീരം, മന്ദഹാസം വിരിയുന്ന മുഖം. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ ടെക്സ്റ്റൈൽസുകളുണ്ടല്ലോ, തുണിക്കടകൾ, അവിടെ വലിയ കണ്ണാടി കൂട്ടിനകത്ത് ഇണക്കി ഒരുക്കി വച്ചിരിക്കുന്ന സാലഭഞ്ജികയെ പോലെ തോന്നി. ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടനകളെ വരവും സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ ഇവളൊരു സാലഭഞ്ജികയെ പോൽ. ഈ കറുത്ത വണ്ടുകൾ പോലെ മിന്നുന്ന കൃഷ്ണമണി, സാവകാശം ഇങ്ങനെ തുറന്നടയുന്ന കൺപോളകൾ, കോതി ഒതുക്കി മടക്കി വെച്ചിരിക്കുന്ന കെട്ടിവെച്ചിരിക്കുന്ന മുടി, അഴകിയലും കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയും നിരുനയനം. അഴകിയലും കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയും നിരുനയനം. കോതിയൊതുക്കിയ വേണീഭരമൊടു ചാരുസ്മിതയവളെന്നിൽ, കോതിയൊതുക്കിയ വേണീഭരമൊടു ചാരുസ്മിതയവളെന്നിൽ ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടനകളെ വരവും. ഈ കോതി ഒതുക്കി കെട്ടിവെച്ചിരിക്കുന്ന മുടിയുണ്ടല്ലോ, അതിലാണ് എൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. കാരണം അതൊന്ന് അഴിച്ചിട്ടാലുണ്ടല്ലോ ഏതാണ്ട് മുട്ടോളം ഇട്ടുകൊണ്ട്. അപ്പോഴെൻ്റെ മനസ്സിലൂടെ നമ്മൾ പഠിച്ച കവികളൊക്കെ അവരുടെ നായികമാരെ കുറിച്ച് വർണ്ണിച്ച, അവരുടെ നായികമാരുടെ മുടിയെക്കുറിച്ച് വർണ്ണിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ വരികയാണ്. ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം
ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിലധോ മുഖശയനം ചന്തമുടിങ്ങനെ ചെയ്യുമ്പോൾ വിലസീനിമലെ ചെറിയൊരു പനിനീരലച്ചൂടിയ ചെവുരഫലം വിലസീനിമലെ ചെറിയൊരു പനിനീരലച്ചൂടിയ ചെവുരഫലം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട് മനസ്സിനി. മനസ്സിനിയിലെ നായികയുടെ മുടിയെക്കുറിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഒരു പത്തിയും ഒരു തലയും 1000 ഉടലുകളുമുള്ള ഒരു സർപ്പം, ഒരു പാമ്പ് ഒരു ചന്ദനവള്ളിയിൽ ചുറ്റി തല കീഴായി കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് മുടി. ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിലതോ മുഖശയനം ചന്തമുടിങ്ങനെ ചെയ്യുമ്പോൾ വിലസീനിമലെ ചെറിയൊരു പനിനീരലച്ചൂടിയ ചെവുരഫലം വിലസീനിമലെ ചെറിയൊരു പനിനീരലച്ചൂടിയ ചെവുരഫലം. ഞാനവിടെ മുടിക്കെട്ടിൻ്റെ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചോടെ നിൽക്കുന്നതിനിടയിൽ അവൾ എൻ്റെ നേരെ കൈ നീട്ടി ഷേക്ക് ഹാൻഡ് ചെയ്യാനാണ്, എന്നെ സ്വാഗതം ചെയ്യാൻ, ഹസ്തദാനം ചെയ്യാൻ. ഒട്ടും താമസിച്ച് ഞാൻ അവിടെ കരം ഗ്രഹിച്ചു. എന്തൊരു തണുപ്പ്, എന്തൊരു കുളിർമ, എന്നെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്ന ഒരു സ്പർശനം, നിർവചിക്കാനാകാത്ത ഒരു സ്പർശന സുഖത്തിൽ ഞാനങ്ങ് ലയിച്ചു പോയി. കണ്ടു മടങ്ങിയ ദേശങ്ങളിലെങ്ങും കണ്ടറിയാത്ത കലാശില്പം കണ്ടു മടങ്ങിയ ദേശങ്ങളിലെങ്ങും കണ്ടറിയാത്ത കലാശില്പം അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖ നിമിഷം അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖ നിമിഷം ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടന കളേബരവും. അവൾ ഇതിനിടയിൽ എന്നെ അവളെ തന്നെ സ്വയം പരിചയപ്പെടുത്തുക എന്നോട്. ഹലോ, ഞാൻ ഡോണ. അതെ, ഞാൻ ഡോണ. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ കേട്ട് തുടങ്ങിക്കഴിഞ്ഞ കഥയിലെ നായികയാണ് ഡോണ. പക്ഷേ ഇവളൊരു മനുഷ്യ സ്ത്രീയല്ല, ഒരു യന്ത്രമാണ്. യന്ത്രസുന്ദരി എന്ന് പറയും, റോബോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്ന കാര്യം പറഞ്ഞില്ല. തളർന്നു കിടക്കുന്ന അമ്മയെ ശുശ്രൂഷിക്കാൻ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതിന് കാരണം എനിക്കൊരു അച്ചായിയുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹം ജപ്പാനിൽ ഒരു ശാസ്ത്രജ്ഞനാണ്. ഈ റോബോട്ടുകളെയും യന്ത്രമനുഷ്യരെയൊക്കെ നിർമ്മിച്ച് പരീക്ഷണവും ഗവേഷണമൊക്കെ നടത്തുന്ന ഒരു ശാസ്ത്രശാലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അച്ചായി. അദ്ദേഹം ഒറ്റപ്പെട്ട ഞങ്ങളുടെ അമ്മയെ ശുശ്രൂഷിക്കാൻ പരിചരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഡോണ എന്ന യന്ത്രസുന്ദരി. ഈ കഥ എഴുതിയ ആൾ ശ്രീ ജോസ് ആൻ്റണി കുരിപ്പുഴ എന്ന് പറയും. അദ്ദേഹം ഒരു പ്രവാസിയായ എഴുത്തുകാരനാണ്. കൂടുതൽ കാലത്തും വിദേശത്തും ഇടയ്ക്കൊക്കെ നാട്ടിലൊക്കെ വന്നു പോകുന്നൊരു നല്ല സ്നേഹിതൻ, ഒരു നല്ല സുഹൃത്ത്, ജോസ് ആൻ്റണി കുരിപ്പുഴ. അദ്ദേഹം ഈ കഥയിലൂടെ നമുക്ക് തീർത്തും അപരിചിതമായൊരു ലോകത്തേക്ക് നമ്മളെ നയിക്കുകയാണ്, റോബോട്ടുകളുടെ ലോകത്തേക്ക്. പക്ഷെ നമുക്ക് അപരിചിതമാണെങ്കിലും ഈ വികസിത രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റോബോട്ടുകളുടെ സേവനം സർവ്വസാധാരണമാണ്. അവിടെ മനുഷ്യൻ്റെ അതിപ്രയത്നങ്ങൾ വേണ്ടി വരുന്നിടത്തൊക്കെ അവർ റോബോട്ടുകളുടെ സേവനം ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്കിടയിൽ അത് സർവ്വസാധാരണമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വളരെ അപൂർവമാണ്. എങ്കിലും ഈ കഥയിലൂടെ അദ്ദേഹം ഒരു വലിയ പ്രവചനം നടത്തുകയാണ്. എന്താണ്? വരാൻ പോകുന്ന കാലത്ത് നമ്മൾ നമ്മുടെ മനുഷ്യരോടൊപ്പം കുടുംബങ്ങളിൽ കുടുംബ ബന്ധുക്കൾ പോലെ, കുടുംബ സുഹൃത്തുക്കൾ പോലെ, കുടുംബ അംഗങ്ങൾ പോലെ നമ്മൾ വീട്ടിൽ മനുഷ്യരോടൊപ്പം ഇണങ്ങിയും ചേർന്നുമൊക്കെ ഇങ്ങനെ കഴിയുന്ന, റോബോട്ടുകളും മനുഷ്യരും ഇങ്ങനെ ഇണചേർന്ന് കഴിയുന്ന, ഒരുമിച്ച് കഴിയുന്ന ഒരു വലിയ ലോകത്തെ സ്വപ്നം കാണുകയും അങ്ങനെ ലോകം വരുമെന്ന് പ്രവചിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ഈ കഥയിലൂടെ. നമുക്ക് ഡോണയുടെ തുടർ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് ഞാൻ എന്നോടൊപ്പമുള്ള വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. ഹാർമോണിയം വായിക്കുന്നത് കൊട്ടറ രാജീവ്, തബല ശ്രാവണം, ടൈം ആൻഡ് ഇഫക്റ്റ് ലാൽ, വിനോദിലാൽ. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളുടെ പെട്ടെന്ന് പേര് മറന്നു. അതോടൊപ്പം നമ്മുടെ ശ്യാം സാർ ഗിറ്റാർ വായിക്കുന്നു.
സാറ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. വസന്തകുമാർ സാംബശിവൻ്റെ കൂടെ വന്നിരുന്നു, അദ്ദേഹത്തെ വായിക്കുന്നു. എന്നെ ഇങ്ങനെ കഥാപ്രസംഗ വേദിയിലെത്തിച്ച ഏറ്റവും വലിയ സുഹൃത്ത് ശ്രീ നരിക്കൽ രാജീവ് കുമാറിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോണയുടെ വിശേഷങ്ങൾ നമുക്ക് തുടരാം. കണ്ടു മടങ്ങിയ ദേശങ്ങളിലെങ്ങും കണ്ടറിയാത്ത കലാശില്പം അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖ നിമിഷം ലളിതലതകളാം ഭുജത്വലം നടനകളേവരവും. അവൾ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ കൊണ്ടുവന്ന വലിയ ഭാരമേറിയ 2 പെട്ടികൾ വളരെ നിഷ്പ്രയാസം തൂക്കിയെടുത്ത് അവൾ അകത്തോട്ട് പോയി. ഞാൻ അവിടെ പിന്നാലെ പോയി. അമ്മ കിടക്കുന്ന മുറിയിലെത്തി. അവിടെ ശിരസൽപ്പം ചാരി വെക്കാവുന്നൊരു കട്ടിലിൽ അമ്മ കിടക്കുകയാണ്. ഞാൻ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്തിൽ അമ്മയുടെ കരം പിടിച്ച തലോടി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരുപക്ഷെ എന്നെ പെട്ടെന്ന് കണ്ടതിലുള്ള സന്തോഷം കൊണ്ടുമായിരിക്കാം, അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷം കാണാതിരുന്നതിലുള്ള സങ്കടവും ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ അമ്മയുടെ കണ്ണുനീർ തുടച്ചു. അമ്മയെ ഞാൻ മാറോട് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് സ്നേഹിതരെ എൻ്റെ നെഞ്ചിലൂടെ ആ മാതൃവാത്സല്യത്തിൻ്റെ ഇളം ചൂട് ഒഴുകി പരക്കാൻ. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളെ നേരിടുമ്പോൾ, പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമുക്ക് ഉൾക്കരുത്തായി നിൽക്കുന്നത് ഈ മാതൃവാത്സല്യമാണ്. ഒരുപക്ഷെ നമ്മളത് തൊട്ടറിയുന്നില്ല എന്ന് മാത്രം. അമ്മ നമ്മുടെ കുട്ടിക്കാലത്ത് നൽകിയ ഓരോ ചുംബനങ്ങളും ഓരോ ഊർജമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. അതാണ് നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയുന്നത്. നമ്മുടെ അമ്മ മാത്രമാണോ നമ്മുടെ വാത്സല്യത്തോടെ ഓമനിച്ചിട്ടുള്ളത്? നമ്മുടെ വീടുകളിൽ ആരെല്ലാം മുത്തച്ഛൻ, മുത്തശ്ശി, ചിറ്റമ്മ, ചിറ്റപ്പൻ, അങ്ങനെ അപ്പച്ചി, മാമൻ തുടങ്ങി എത്രയെത്ര പേര് വളർന്നു കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചൊരു വീട്ടിലാണ് നമ്മളൊക്കെ ജനിച്ചത്. ധാരാളം പേരുടെ വാത്സല്യങ്ങളും സ്നേഹങ്ങളും ഒക്കെ നേടിക്കൊണ്ടാണ് നമ്മൾ വളർന്നത്, അല്ലേ? അതാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഈ കുടുംബത്തിൻ്റെ വൈശിഷ്ട്യം, അതിനെക്കുറിച്ചാണ് മഹാകവി ഉള്ളൂർ പ്രേമസംഗീതം എന്ന കവിതയിൽ പറയുന്നുണ്ട്. പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ, പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ, പ്രേയസി മക്കൾ പൂജിച്ച തുടങ്ങി പ്രേമപരാധീനർ, പ്രേയസി മക്കൾ പൂജിച്ച തുടങ്ങി പ്രേമപരാധീനർ, പരിചരണോദ്യതർ പല രീതികൾ തൻ പരിതസ്ഥിതി മൂലം, പരിചരണോദ്യതർ പല രീതികൾ തൻ പരിതസ്ഥിതി മൂലം, പതേ പതേ നാം പ്രമുദിതർ കാണുന്നു ഭവാബ്ദിഗോഷ്പദമായി, ഭവാബ്ദിഗോഷ്പദമായി. ഈ ജീവിതം ഒരു സാഗരമാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. ജീവിതമാകുന്ന സാഗരം. ഈ സാഗരത്തിലെ തിരമാലകളെ നീന്തിക്കടന്ന് അപ്പുറത്ത് കിടക്കുന്നൊരു സാഹസികതയുണ്ടല്ലോ. ഈ സാഹസികതയാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷെ തളരാതിരിക്കണമെങ്കിൽ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ വാത്സല്യത്തോട് ഓമനിക്കുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടാവണം. അപ്പോൾ ഈ വലിയ സാഗരമുണ്ടല്ലോ, അത് വെറും ഗോഷ്പദമായിട്ട് അനുഭവപ്പെടും. ഇത് ഗോഷ്പദം. ഈ പശുവിൻ്റെ കുളമ്പടി പതിയുന്ന സ്ഥലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം കണ്ടുണ്ടല്ലോ, അത്രയും ലാഘവത്തോടെ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ടാണ് ആ വൈശ്യത്തെക്കുറിച്ച് മഹാകവി ഉള്ളൂർ പറഞ്ഞത്, പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ, പ്രേയസി മക്കൾ പൂജിച്ച തുടങ്ങി പ്രേമപരാധീനർ, പരിചരണോദ്യതർ പല രീതികൾ തൻ പരിതസ്ഥിതി മൂലം, പതേ പതേ നാം പ്രമുദിതർ കാണുന്നു ഭവാബ്ദിഗോഷ്പദമായി, ഭവാബ്ദിഗോഷ്പദമായി. ദേ വരുന്നു അവൾ, ഡോണ. അമ്മയുടെ അടുത്തെത്തി. അമ്മയ്ക്ക് ഗുളികയും വെള്ളമൊക്കെ കൊടുത്തിട്ട് അവൾ തിരിച്ചു നടന്നു. ഞാൻ അവളെ നോക്കിയിരിക്കുക. ഇത്തെ കാര്യം അറിയുമോ, വല്ലാത്തൊരു കൗതുകം അവളെ കാണാൻ. ഞാൻ ഈ അച്ചായി റോബോട്ടിനെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് കേട്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചെന്നറിയോ, ഈ ആൻറ്റിനെ ഘടിപ്പിച്ചിട്ടുള്ള ഹെൽമറ്റും ഉരുളുകൾ ഘടിപ്പിച്ച ഷൂസും ഈ സന്ധിവാതമേറ്റതുപോലുള്ള നടത്തേക്കുണ്ട്, അങ്ങനെ എൻ്റെ മനസ്സിൽ. പക്ഷെ ഇവിടെ വന്ന് ഈ പെണ്ണിനെ കണ്ടപ്പോൾ തൊട്ട് മനസ്സിൽ അത്ഭുതം വരികയാണ്. ഒരു വല്ലാത്ത സൗന്ദര്യധാമം, അല്ലേ? അഴകിയലും കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയുന്നിരുനയനം, അഴകിയലും
കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയും നിരുനയനം കോതിയൊതുക്കിയ വേണീപരമോട് ചരുസ്മിതയവൾ എന്നുമിൽ കോതിയൊതുക്കിയ വേണീപരമോട് ചരുസ്മിതയവൾ എന്നുമിൽ ലളിതലതകളാം പുജദ്വയവും രതിരസ നടന കളേബരവും. മോനെ റിച്ചി, അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കിയപ്പോൾ അമ്മ പറയടാ, നീ ആരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഡോണയാണോ? അതേ അമ്മച്ചി. നിനക്കറിയോ, അവളില്ലാതിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കില്ല. അവളുടെ സാന്നിധ്യമാണ് എന്നെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത്. ശരിയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്. അമ്മയുടെ കൈത്തണ്ടിലുണ്ടല്ലോ മുറുക്കമുള്ളൊരു സ്വർണ്ണവള പോലെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു ട്രാൻസ്മിറ്റർ. അതിലൂടെ അമ്മയുടെ ചിന്താ തരംഗങ്ങൾ നിരന്തരം ക്രോഡീകരിക്കപ്പെട്ട് ഡോണയുടെ റിസീവറിൽ എത്തിച്ചേരും. അപ്പോൾ ഡോണയ്ക്ക് മനസ്സിലാവും അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതപ്പോൾ തന്നെ ഡോണ നിർവഹിക്കും. ചുരുക്കി പറഞ്ഞാൽ അമ്മയുടെ വിശപ്പ്, ദാഹം എന്തിനും വിസർജിക്കുവാനുള്ള തോന്നൽ പോലും ഡോണ മനസ്സിലാക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഇളക്കി മാറ്റി പുറത്തു വച്ചിരിക്കുന്ന മറ്റൊരു മനസ്സ്, അതാണ് ഡോണ. അനുനിമിഷം അതിസൂക്ഷ്മതയോടിന്നവളാ വീട്ടിൽ, അനുനിമിഷം അതിസൂക്ഷ്മതയോടിന്നവളാ വീട്ടിൽ, അതികൗതുകമതിവേലകൾ ചെയ്യുന്ന അതിവേഗം. അനുനിമിഷം അതിസൂക്ഷ്മതയോടിന്നവളാ വീട്ടിൽ, അതികൗതുകമതിവേലകൾ ചെയ്യുന്ന അതിവേഗം. ഒന്നിച്ചങ്ങൊട്ടേറെ കാര്യം തലയിൽ ചുമന്നു നടക്കും. മർത്യസ്വഭാവം മത്സരദ്വേഷം യന്ത്രങ്ങൾക്കില്ല. ഒന്നിച്ചങ്ങൊട്ടേറെ കാര്യം തലയിൽ ചുമന്നു നടക്കും. മർത്യസ്വഭാവം മത്സരദ്വേഷം യന്ത്രങ്ങൾക്കില്ല. അല്പം കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചു, ഡ്രസ്സ് മാറി തിരിച്ചു വന്നു. അപ്പോഴേക്കിതാ ഡോണ ഒരു ട്രേയിൽ ഒരു ഫ്ലാസ്കും 2-3 ഗ്ലാസും ഒക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് വന്നു. അത് അമ്മയുടെ അടുത്തുള്ള മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഈ ഫ്ലാസ്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ചൂട് വെള്ളം പകരുന്നു. ചായ ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു. ടീ ബാഗ് എടുത്തിട്ടു, പഞ്ചസാരയുടെ ചതുര കഷ്ണങ്ങൾ കോരിയിട്ടു, പാലും ഒഴിച്ചു, ചൂടുപാലും ഒഴിച്ചു. എന്നിട്ടൊരു കരണ്ടി കൊണ്ട് അതിങ്ങനെ ഇളക്കുക. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒരു എന്തൊരു താളാത്മകതയാണെന്നറിയുമോ അവളുടെ ഓരോ ചലനത്തിലും. ആ കപ്പിൽ നിന്ന് ഒരു തുള്ളി ചായ പോലും പുറത്തു പോകത്തില്ല. അത്ര സൂക്ഷ്മതയോടെയാണ് അവളുടെ ഓരോ പ്രവൃത്തിയും. അത് നമ്മൾ കണ്ട് ആസ്വദിച്ച് നിന്ന് പോകും. ആരെയും ആകർഷിക്കുന്ന ചലനങ്ങളാണ്. ഒരു സംഗീതാത്മകത അവളുടെ എല്ലാ പ്രവൃത്തിയുടെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അമ്മയ്ക്ക് അവൾ ചായ പകർന്നു കൊടുക്കുന്നു. അമ്മ കൃതാർത്ഥതയോടെ അത് കുടിക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ സ്വന്തം മകളെ കാണുന്നത് പോലെ, മകൾക്ക് കൊടുക്കുന്നൊരു വാത്സല്യം പോലെ അവളുടെ അമ്മയുടെ മുഖത്ത് കാണാം. അമ്മ മനസ്സിൽ പറയുമായിരിക്കും, എൻ്റെ മോളെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, നമുക്ക് അമ്മയുടെ മനസ്സിൻ്റെ ചിന്തകളെ, വികാരങ്ങളെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. നീ ശാന്തമായി, നീ രാഗമായി ഈ ഭൗമഹൃദയം കവർന്നെടുത്തു. നീ മൗനിയായി, നീ സാന്ദ്രമായി എൻ ശോകരാജ്യം നിറഞ്ഞു. നീ ശാന്തമായി, നീ രാഗമായി ഈ ഭൗമഹൃദയം കവർന്നെടുത്തു. നീ മൗനിയായി, നീ സാന്ദ്രമായി എൻ ശോകരാജ്യം നിറഞ്ഞു. ഡോണ, നീ ഒരു പക്ഷേ എൻ്റെ മുൻ ജന്മത്തിൽ എന്നെങ്കിലും എൻ്റെ മകളായി ജനിച്ചു കഴിഞ്ഞിരിക്കാം. എന്നെ സ്നേഹിച്ചും എന്നെ പരിചരിച്ചും കൊതി തീരാത്ത ഒരു മകളായി. എങ്ങോ വിദൂരമപ്രാപഞ്ചികക്കോണിൽ ഏകാന്ത രാജ്യത്തു നീ പിറന്നു. എങ്ങോ വിദൂരമപ്രാപഞ്ചികക്കോണിൽ ഏകാന്ത രാജ്യത്തു നീ പിറന്നു. ഇന്നോളമീ മൗന മഞ്ചം ചുമന്നു എന്നോളമെത്തി നീ കാത്തുനിന്നു. ഇന്നോളം
ഉള്ളോളമി മൗനമഞ്ചം ചുമന്ന് എന്നുള്ളോളമെത്തി നീ കാത്തുനിന്നു. നീ ശാന്തമായി നീരാഗമായി ഈ ഭൗമഹൃദയം കവർന്നെടുത്തു. നീ മൗനിയായി നീ സാന്ദ്രമായി എൻ സോദരാജ്യം നിറഞ്ഞു. അവൾ എനിക്കും ഇതിനിടയിൽ ഒരു ചായ തന്നു. ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അവൾ അടുക്കളയിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ അവൾ അടുക്കളയിൽ വെള്ളം ചൂടാക്കുക, വേറൊരു പ്രവൃത്തിയിൽ അവൾ മുഴുകുകയാണ്. അമ്മയെ കുളിപ്പിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളവും നല്ല വെളുത്ത തോർത്തും അമ്മയ്ക്ക് കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് നല്ല വെള്ള വസ്ത്രങ്ങളുമായിട്ട് അവൾ തിരിച്ചു വന്നു. ഞാൻ അല്പം ഒന്ന് മാറി നിന്നെങ്കിലും അവളുടെ ആ പ്രവർത്തനത്തിലെ കൗതുകമൊന്ന് ആസ്വദിക്കാൻ വല്ലാത്ത കൊതിയാണ് എനിക്ക്. എങ്കിലും ഒന്ന് മാറി നിന്നുകൊണ്ട് ഞാനൊന്ന് വീട്ടിച്ചു. ഡോണ, നന്നായി കുളിപ്പിച്ചൻ വൃദ്ധമാതാവിനെ സുഗന്ധ തൈലം പുരട്ടി. നന്നായി കുളിപ്പിച്ചൻ വൃദ്ധമാതാവിനെ സുഗന്ധ തൈലം പുരട്ടി. വെൺതൂവൽ നിറമൂലും വസ്ത്രങ്ങൾ ചാർത്തി വീൽ ചെയറിന്മേലിരുത്തി. വെൺതൂവൽ നിറമൂലും വസ്ത്രങ്ങൾ ചാർത്തി വീൽ ചെയറിന്മേലിരുത്തി. നീരവ പൊയ്കയിൽ ഹംസയാനം പോലെ തീന്മേശക്കരികിലെത്തിച്ചു. നീരവ പൊയ്കയിൽ ഹംസയാനം പോലെ തീന്മേശക്കരികിലെത്തിച്ചു. ആ വെള്ളത്തോർത്തെടുത്ത് ഈ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് അമ്മയുടെ ശരീരമാസകലം തുടച്ച് വൃത്തിയാക്കി സുഗന്ധ തൈലം പുരട്ടി. എന്നിട്ട് ആ വെള്ള പുതിയ വസ്ത്രങ്ങൾ അണിയിപ്പിച്ച് വീൽ ചെയറിലെടുത്തിരുന്നു. ഈ ശാന്തമായ തടാകത്തിൽ അരയന്നം നീന്തുന്ന ആ ശാന്തതയോടെ പ്രശാന്തതയോടെ സാവകാശം ആ വീൽ ചെയറിലിരുത്തി അമ്മയെ തീന്മേശയ്ക്കടുത്ത് കൊണ്ടുവന്നിരുത്തി. ഡൈനിങ് ടേബിൾ ഞാനും അമ്മയുടെ അടുത്തിരുന്നു. തീന്മേശയിൽ കുറേ കാസറോളുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഒരെണ്ണം ഞാനും തുറന്നു നോക്കി, ചൂടുള്ള അപ്പം. മറ്റൊന്ന് തുറന്നു നോക്കി, ആവി പറക്കുന്ന മട്ടൺ സ്റ്റൂ. സത്യത്തിൽ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത അത്ഭുതമായി പോയി. എന്തൊരു രുചിയാണ്! ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മച്ചി സത്യത്തിൽ ഇതൊക്കെ അടുക്കളയിൽ ആരാ ഉണ്ടാക്കുന്നത്? കൊള്ളാം, നമ്മുടെ ഡോണ, അല്ലാതെ ആരാ? എനിക്ക് അത്ഭുതമായി. ഞാൻ അവളെ അടുക്കളയിൽ നിൽക്കുന്ന അവളെ നോക്കി പറഞ്ഞു, ഡോണ, നീ ഉണ്ടാക്കിയ കറിയും അപ്പവും എല്ലാം നല്ല ഒന്നാന്തരമായിരിക്കുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് കേട്ടിട്ട് അവളുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. എപ്പോഴുമുള്ളൊരു മന്ദഹാസം ഉണ്ടല്ലോ, അത് മാത്രം. നമ്മൾ മനുഷ്യരോടത്ത് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അല്ലേ, എന്തെല്ലാം ഭാവവ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലുതായിട്ട് ആകാശം മുട്ടിപ്പോവും ചില ആളുകൾ ഉയർന്നു. ഡോണയ്ക്ക് അങ്ങനൊന്നുമില്ല, നിതാന്തമായൊരു മന്ദസ്മിതം മാത്രം. ഇങ്ങനെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അമ്മയ്ക്ക് വലിയ ഉത്സാഹമായി, വലിയ ഉന്മേഷവതിയായി കഴിഞ്ഞിരിക്കുന്നു അമ്മ. ഇപ്പോൾ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തന്നെ അമ്മയെ വീൽ ചെയറിലിരുത്തി മുറ്റത്തുള്ള മാവിൻ ചുവട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് അമ്മയോടൊപ്പം അവിടെ ഇരിക്കും. ഇതിനെന്നറിയുമോ, അമ്മ പറയുന്നൊക്കെ കേൾക്കാൻ. കാരണം ഇന്നത്തെ കാലത്തതാ നിങ്ങളൊക്കെ പറയുന്ന കേട്ടുകൊണ്ടിരിക്കാൻ, വൃദ്ധരായ ആളുകൾ പറയുന്ന കേൾക്കാനെന്ന് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയുന്ന ചെവി തരാൻ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടോ? ആരുമില്ല. എന്താ കാര്യം? നിങ്ങളുടെ തലച്ചോറിലെ നിങ്ങൾ ജീവിച്ച കാലത്തിൻ്റെ ചരിത്രം ഇരിക്കുന്നത്. ആ ചരിത്രം തൻ്റെ പുതിയ തലമുറയോട് പറയുമ്പോഴല്ലേ അവർക്ക് മുമ്പേ ജനിച്ചു പോയ, അവർക്ക് മുമ്പേ ഉണ്ടായിരുന്ന നാടിൻ്റെ ചരിത്രം അറിയുന്നു. ചരിത്രമറിയാതെ വളരുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പിഴവുകൾ സംഭവിക്കും. അതുകൊണ്ടാണ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ നമ്മുടെ വീട്ടിൽ വേണമെന്ന് പറയുന്നത്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഞാനതുകൊണ്ട് ഇടയ്ക്ക് അമ്മയോട് ചോദിക്കും ഡോണയെക്കുറിച്ച്. അമ്മയ്ക്ക് ഡോണയെക്കുറിച്ച് എന്താ അഭിപ്രായം? അപ്പം അമ്മ പറയും, ഡോണയെക്കുറിച്ചോ? ഞാൻ പറയാം, എൻ കിടക്കയിലെ
കിടക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്. എൻ കിടക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്. അടുക്കളയിൽ ഏറെ കൈപുണ്യമുള്ളൊരു പാചകക്കാരി എന്തോള. അടുക്കളയിൽ ഏറെ കൈപുണ്യമുള്ളൊരു പാചകക്കാരി എന്തോള. മോനെ, എനിക്ക് അവൾ ആരൊക്കെയാണെന്നറിയുമോ? ചിലപ്പോൾ അവൾ എനിക്ക് നഴ്സാണോ എന്ന് തോന്നും. ചിലപ്പോൾ തോന്നും എൻ്റെ അടുക്കളക്കാരിയാണോ, എനിക്ക് പാചകക്കാരിയാണോ. ചിലപ്പോൾ തോന്നുന്നേ അവൾ എൻ്റെ സംരക്ഷക തന്നെയല്ലേ. എന്തെല്ലാം ജോലികളാണ് മോനെ അവളിവിടെ ചെയ്യുന്നത്. മുറി തുടയ്ക്കും, മുറ്റമടിച്ചു വാരും, വസ്ത്രങ്ങൾ തേച്ച് കഴുകി അത് തേച്ച് മടക്കി വയ്ക്കും. മാത്രമാണ് അവൾ തന്നെ അവളുടെ ഉടുവസ്ത്രങ്ങൾ മാറുന്നത് മറക്കാറില്ല. അവളുടെ ഉള്ളിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ പോലും അവൾ മറക്കാറില്ല. അത്ര വലിയ സേവനമാണ് എനിക്ക് ഡോണ ചെയ്യുന്നത്. എൻ കിടക്കരികിൽ അവളൊരു പരിചയ സമ്പന്നയായ നഴ്സ്. അടുക്കളയിൽ ഏറെ കൈപുണ്യമുള്ളൊരു പാചകക്കാരി എന്തോണ. മാത്രമാണോ മോനെ, നിങ്ങൾ രണ്ടുപേരും ഈ അമ്മയെ വിട്ടു പോയപ്പോൾ ഒരുത്തൻ ജപ്പാനിൽ, നീ അങ്ങ് അമേരിക്കയിൽ, ഞാൻ ഒറ്റപ്പെട്ടില്ലേ? ഒരു മരുഭൂമിയിൽ അകപ്പെട്ടതുപോലെ ആയിപ്പോയില്ലേ ഞാൻ? മരുഭൂമി പോലെ അതിന് തുല്യമായ എൻ്റെ മനസ്സിലെ ഒരിക്കലും തോരാത്ത കുളിർമഴയായിട്ടാണ് ഈ ഡോണ വന്നത്. മാമക ജീവിത പാഴ്മരുഭൂമിൽ മാരി ചൊരിഞ്ഞവൾ നിൽപ്പൂ. മാമക ജീവിത പാഴ്മരുഭൂമിൽ മാരി ചൊരിഞ്ഞവൾ നിൽപ്പൂ. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ആ കണ്ണുകൾ തുടച്ചു. സത്യത്തിൽ അമ്മ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ വാർദ്ധക്യത്തിൽപ്പെട്ട ആളുകളെല്ലാം സ്വന്തം വീടുകളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധ്രുവൽ സിംഗിൻ്റെ സമുദ്രതീരം പോലെയുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ അച്ഛനമ്മമാരെ കൊണ്ട് തള്ളുകയാണ്. ഏറ്റെടുക്കാൻ ധ്രുവൽ സിംഗിനെ പോലെ വലിയ വലിയ മനുഷ്യർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് അവർ അനാഥരാകുന്നില്ല. പക്ഷേ എങ്കിലും അവരവിടെ കഴിയുമ്പോൾ അവർ തൻ്റെ മക്കളെ വളർത്തിയത് ഓർക്കാറില്ലേ? ഓർക്കാതിരിക്കൂ. ആ വളർത്തിയ കാലത്തെ അനുഭവങ്ങൾ മറക്കാതിരിക്കുമോ? അല്ല, മറക്കുമോ അവർ? എന്നും ഓർക്കും. അതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ വല്ലാത്ത ഹൃദയവേദന അനുഭവപ്പെടും. അങ്ങനെ നെടുവീർപ്പിട്ട് കഴിയുകയാണ്. ഒരർത്ഥത്തിൽ ഈ നെടുവീർപ്പുകളുടെ പുകച്ചുരുളുകൾ ഉയരുന്ന ഫാക്ടറികളല്ലേ നമ്മുടെ അനാഥ മന്ദിരങ്ങൾ? നെടുവീർപ്പുകളുടെ ഫാക്ടറികൾ, വൃദ്ധപിതാക്കളുടെ സദനങ്ങൾ. നെടുവീർപ്പുകളുടെ ഫാക്ടറികൾ, വൃദ്ധപിതാക്കളുടെ സദനങ്ങൾ. ഊറ്റി വളർത്തിയ മക്കളുപേക്ഷിച്ച അനാഥ ജന്മങ്ങൾക്ക് അഭയങ്ങൾ. ഊറ്റി വളർത്തിയ മക്കളുപേക്ഷിച്ച അനാഥ ജന്മങ്ങൾക്ക് അഭയങ്ങൾ. നെടുവീർപ്പുകളുടെ ഫാക്ടറികൾ, വൃദ്ധപിതാക്കളുടെ സദനങ്ങൾ. സത്യത്തിൽ എൻ്റെ അമ്മ അങ്ങനൊരു അനാഥ മന്ദിരത്തിലെത്തിയില്ല. കാരണം അമ്മയ്ക്ക് ഡോണയുണ്ട്. എനിക്ക് പകരമായിട്ട്, എൻ്റെ അച്ചായിക്ക് പകരമായിട്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ പരിചരണങ്ങൾ കൊടുക്കാൻ, എല്ലാം അപ്പോഴപ്പോൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാൻ ഡോണയുണ്ട്. സത്യത്തിൽ ഈ ഡോണ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് അവളോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോകും. ചിലപ്പോൾ ആ ബഹുമാനം വല്ലാത്തൊരു ഇഷ്ടമായി മാറും. അവൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴൊക്കെ ഒരു കാമുകത്വ ഭാവം എൻ്റെ മനസ്സിൽ നിറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു അങ്ങനൊരു തോന്നൽ. സത്യത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുമ്പോൾ അതൊരു ശരിയാണ്. ഞാൻ അവളെ പ്രണയിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരു വാസ്തവമാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അസ്വാഭാവികത തോന്നും, ഇല്ലേ? ഇവളൊരു യന്ത്രമല്ലേ, ഒരു റോബോട്ടല്ലേ? ഒരു റോബോട്ടിനെ ഞാൻ ഒരു മനുഷ്യനായി ഞാൻ എങ്ങനെ പ്രണയിക്കും? സാധിക്കുന്നതല്ല, അസ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ, മഹാകവി കുമാരനാശാൻ പറയുന്നത്, യുവാക്കളുടെ ഹൃദയം, യുവജന ഹൃദയം സ്വതന്ത്രമാണ്, അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ. യുവതി യുവാക്കൾ അവരുടെ കമിതാക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ
അവർക്ക് സ്വാതന്ത്ര്യമാണ്. അത് ആര് എന്ത് എന്നൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആഫ്രിക്കയിലെ മൂർ വംശക്കാർക്കിടയിൽ ജനിച്ച ഒരു ഒഥല്ലോയെക്കുറിച്ച് കേട്ട് കാണുന്നെങ്കിൽ അല്ലേ? കറുത്ത വർഗക്കാർ നീഗ്രോകൾക്കിടയിൽ തീർത്തും അപരിഷ്കൃതമായ ഒരു വംശമാണ് മൂർ വംശം. അവിടെ ജനിച്ച് അടിമയായിട്ട് ജനിച്ച് പല പല അടിമ മുതലാളിമാർ വിലയ്ക്ക് വാങ്ങി കൈമാറി അയാൾ യൂറോപ്പിൽ എവിടെ വെനീസിലെത്തി. വെള്ളക്കാരുടെ നാട്, വെറും വെള്ളക്കാരല്ല, ലോക സുന്ദരിമാരുടെയും സുന്ദരന്മാരുടെയും നാടാ വെനീസ്. അവിടെ എത്തി. അനവധി പോരാട്ടങ്ങൾക്ക് ശേഷം അയാൾ അവിടുത്തെ സേനയിൽ ചേർന്നു. ജീവിതം മുഴുവൻ പോരാട്ടമാക്കി മാറ്റിയ ഒഥല്ലോ ആ സേനയിൽ ചേർന്ന് നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ അയാൾ വെനീസിലെ സർവ്വസൈന്യാധിപനായി. ആലോചിച്ച് നോക്കൂ, അങ്ങ് ആഫ്രിക്കയിൽ മൂർ വംശത്തിൽ പിറന്ന അടിമയായ ഒഥല്ലോ ലോകസുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും നാടായ വെനീസിലെ സർവ്വസൈന്യാധിപനായി മാറി. അപ്പോൾ ജീവിതം എന്തുമാത്രം സമരങ്ങൾ നിറഞ്ഞതാണ്. അതിനിടയിൽ, ഈ പോരാട്ടങ്ങൾക്കിടയിൽ അയാൾക്കൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയം ലഭിച്ചിരുന്നില്ല. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിച്ചതേയില്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടേയില്ല. മാത്രമല്ല, അങ്ങനൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തൊരു മനുഷ്യൻ. അയാൾ ആ നാട്ടിലൊരു സുന്ദരി പെണ്ണിനെ പ്രേമിച്ചെന്ന് മാത്രമല്ല, അവളെ വിവാഹം കഴിച്ചു. ആരാന്നറിയോ? ആ നാട് ഭരിക്കുന്ന പ്രഭുക്കന്മാരിൽ ഒരാൾ ബ്രബാൻഷിയോ പ്രഭുവിൻ്റെ മകൾ ഡെസ്റ്റമന. സുന്ദരിയായ ഡെസ്റ്റമന, ലോകസുന്ദരി, വിശേഷ സുന്ദരിയായ ഡെസ്റ്റമന. ഈ പ്രഭു തൻ്റെ സേനാനായകനെ, സർവ്വസൈന്യാധിപനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കും, അത്താഴ വിരുന്ന് അതിൽ സംബന്ധിക്കാനാണ്. ഇയാൾ വരുമ്പോഴൊക്കെ ഈ പെണ്ണ് മുറിക്ക് അപ്പുറത്ത് നിന്ന് ജനലിലൂടെ നോക്കിയിട്ട് അച്ഛനോട് പറയും, അച്ഛാ, ഈ മനുഷ്യനെ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നത്? എനിക്ക് അയാളെ കാണുമ്പോൾ പേടിയാവുന്നു. നോക്കൂ, തടിച്ച് മലർന്ന അരിച്ചാക്ക് പോലെ കിടക്കുന്ന ചുണ്ടുകളും ചപ്പിയ മൂക്കും ഒട്ടിയ ചെവിയും സ്പ്രിങ് പോലുള്ള മുടിയും ഈ ചിരട്ടക്കരി അരച്ച് വെള്ളത്തിൽ ചാലിച്ച് ശരീരത്തെ തേച്ചാൽ എങ്ങനെ ഇരിക്കും? അത്ര വെറുപ്പുള്ള ഈ രൂപം. അവൾ പറഞ്ഞു, അച്ഛാ, ഈ മനുഷ്യനെ വീട്ടിലേക്ക് വിളിക്കരുത്. സ്നേഹിതരെ, ഇങ്ങനെ പറഞ്ഞ ഡെസ്റ്റമന അയാളുടെ ജീവിതത്തിൻ്റെ കരളലിയിക്കുന്ന കഥ ഒരിക്കൽ പൂർണ്ണമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ അയാളെ പ്രണയിച്ചു എന്ന് മാത്രമല്ല, അയാളെ വിവാഹം കഴിച്ചു. ഒഥല്ലോയോട് നമുക്ക് ചോദിക്കാം, ഒഥല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പെണ്ണിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു വിവാഹ ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെട്ടു? അപ്പോൾ ഒഥല്ലോ പറയും, ജീവന്റെ ജീവനായി തീർന്നു പോയി. നിങ്ങൾ കേട്ടിരിക്കും ഈ ഗാനം. നമ്മുടെ മഹാനായ കാതിക സമ്രാട്ട് സാംബശിവൻ സാർ കഥാപ്രസംഗ കലയുടെ 100 വർഷം പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ ആ കലയെ അതിൻ്റെ അത്യുംഗ ശൃംഗത്തിലെത്തിച്ച പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ കലാകാരൻ നമുക്ക് വേണ്ടി ഒഥല്ലോയുടെ മറുപടി മനോഹരമായ ഈരടികളിലൂടെ, അതിലും മനോഹരമായ ഈണത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളികൾ അവരുടെ ചുണ്ടുകളിൽ എന്നും പാടി രസിക്കുന്ന വരികൾ മഹാനായ സാംബശിവൻ സാറിൻ്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട്, അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട്, ഈ കഥാപ്രസംഗ വേദിയിൽ നിന്ന് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒരുമിച്ച് പാടാം. ജീവന്റെ ജീവനായി തീർന്നു പോയി, പേലവചിത്തയാം ഓമന ഡസ്റ്റമൻ, ജീവന്റെ ജീവനായി തീർന്നു പോയി. അല്ലാകിലാഴിക്കടിയില മൂല്യമായി ഉള്ളതെല്ലാം എനിക്കേകിയാലും, അല്ലാകിലാഴിക്കടിയില മൂല്യമായി ഉള്ളതെല്ലാം എനിക്കേകിയാലും, ബന്ധിക്കുമായിരുന്നില്ല വൈവാഹിക ബന്ധത്തിൽ എൻ്റെ സ്വതന്ത്രത ഞാൻ, ബന്ധിക്കുമായിരുന്നില്ല വൈവാഹിക ബന്ധത്തിൽ എൻ്റെ സ്വതന്ത്രത ഞാൻ. പേലവചിത്തയാം ഓമന ഡസ്റ്റമൻ, ജീവന്റെ ജീവനായി തീർന്നു പോയി. അതുകൊണ്ട് സ്നേഹിതരെ, ഞാൻ ഡോണയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. സത്യം, ചിലപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിക്കുമ്പോൾ അവളിലും ചില മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോൾ, ചായ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കും. എന്തിനാണ്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം. ചിലപ്പോൾ ഈ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ മധുരം അല്പം കൂടിയിരിക്കും, ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞിരിക്കും. അങ്ങനെ വല്ലാത്തൊരു മാറ്റം. ചിലപ്പോൾ അവളുടെ സന്തോഷം കൊണ്ട് ഈ മുഖം
ചുമന്ന് തുടുക്കുന്ന കാണാം. ചിലപ്പോൾ നിരാശ കൊണ്ട് അതങ്ങ് കാളിമയാർന്നതും കാണാം. മറ്റൊരു ദിവസം ഞാൻ അമ്മയുമായിട്ട് മുറ്റത്തിരിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിക്കുന്നു, മോനെ റിച്ചി, നിനക്ക് ഒരു കല്യാണം കഴിച്ചുകൂടെ? അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിനെ നിനക്ക് എൻ്റെ അടുത്താക്കിയിട്ട് അമേരിക്കയ്ക്ക് പോകാം. അപ്പോൾ ഡോണയോടൊപ്പം അവളും കൂടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ മോനെ. ഡോണയോട് എനിക്ക് അങ്ങോട്ട് പറയാനേ പറ്റൂ, അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ചിന്തിച്ചാൽ മതി, എല്ലാം അവൾ ചെയ്തു തരും. പക്ഷെ പരസ്പരം ഒന്ന് മിണ്ടി പറയാനൊരാളാവുമല്ലോ മോനെ, മോൻ്റെ കല്യാണം കഴിക്കും. അമ്മേ, അതെ, ഞാൻ കല്യാണത്തെക്കുറിച്ച് അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല ഒരു പെണ്ണിൻ്റെ അടിമയായി ജീവിക്കുക അതെനിക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല. ഓ, നിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള വാശികളായതൊക്കെ ഇതുവരെ ഇത് മാറിയിട്ടില്ല. നീ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ്. എടാ, നിനക്കേ ഒരു ഭാര്യയല്ല ആവശ്യം, നിനക്കൊരു അടിമയാണ് വേണ്ടത്. നീ കീ കൊടുക്കുമ്പോൾ തുള്ളുന്ന ഒരു യന്ത്ര മനുഷ്യനെ നിനക്ക് ആവശ്യം. ശരിയാണമ്മേ. അമ്മ പറഞ്ഞ് ശരിയാണ്. കാരണം വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന അമ്മയെ ശുശ്രൂഷിക്കുന്ന സ്നേഹ ബഹുമാന അനുസരണയുള്ള ഒരു യന്ത്രത്തിൻ്റെ സൂക്ഷ്മതയാർന്ന മനസ്സുള്ള ഒരു പെണ്ണിനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹിതരെ, മറ്റൊരു ദിവസം ഡോണ അമ്മയ്ക്ക് കഴിക്കുവാനുള്ള മരുന്നും ഗുളിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു നടന്നതിന് ശേഷം അവൾ പകുതി വഴിക്ക് വെച്ച് നിന്നു. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞ് നോക്കിയിട്ട് എന്നോട് വിരൽ ചൂണ്ടി ചോദിച്ചു, മിസ്റ്റർ റിച്ചി, കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? സത്യത്തിൽ സ്നേഹിതരെ, ഞാനും ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും. ഞങ്ങൾ മുഖാമുഖം നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നു. കാര്യം എന്താ ഇവിടെ സംഭവിച്ചേ? ഈ ഡോണ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അമ്മ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നിർവഹിച്ചു കൊടുക്കുക. അമ്മയുടെ കൈത്തണ്ടിലോ ട്രാൻസ്മിറ്റർ വഴി അമ്മയുടെ ആഗ്രഹങ്ങൾ അവൾ അറിയുന്നു, അത് നിർവഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ മറ്റൊരാളിൻ്റെ ആഗ്രഹം ചോദിച്ചറിയാൻ തക്ക വിധത്തിൽ അവൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ കുറച്ചു നേരത്തെ ഞെട്ടലിന് ശേഷം ഞാനൊന്ന് ഉണർന്നു. സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. കന്നി നിലാവും ഇളം വെയിലും വന്ന് ചന്ദനം ചാർത്തുന്ന നാട്ടിൽ. കന്നി നിലാവും ഇളം വെയിലും വന്ന് ചന്ദനം ചാർത്തുന്ന നാട്ടിൽ. സ്നേഹിതരെ, അമ്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഡോണ, അമ്മയുടെ ആവശ്യങ്ങൾ മാത്രം പരിഗണിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഡോണ ഇപ്പതാ എൻ്റെ ആവശ്യം, എൻ്റെ ഒരു പ്രത്യേക ആവശ്യം ചോദിച്ചിരുന്നു. കാര്യം എനിക്കൊരു ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതവൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു പ്രത്യേകിച്ചൊരു ട്രാൻസ്മിറ്ററിൻ്റെ ആവശ്യമില്ലാതെ. അത് ഓർത്തപ്പോൾ, അവൾ എന്നെ കൂടി ഉൾക്കൊണ്ടിരിക്കുന്നെന്ന് ഓർത്തപ്പോൾ എൻ്റെ സന്തോഷം വർദ്ധിക്കാം. കൈവിരൽ മുട്ടിയാൽ പാടി തുടങ്ങുമൻ ജീവിത വീണ തന്മാറിൽ. കൈവിരൽ മുട്ടിയാൽ പാടി തുടങ്ങുമൻ ജീവിത വീണ തന്മാറിൽ. അത്തനി തങ്കമുരുക്കിയുണ്ടാക്കിയ സപ്തസ്വരക്കമ്പി പാടും. അത്തനി തങ്കമുരുക്കിയുണ്ടാക്കിയ സപ്തസ്വരക്കമ്പി പാടും. താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. ആ ഞെട്ടലിൽ നിന്ന് ഞാനൊന്ന് ഉണർന്നു. എൻ്റെ മനസ്സിൽ അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നൽ, ഇവൾ ഒരു യന്ത്രം മാത്രമാണ്. ഇപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് അവളൊരു യന്ത്രമാണെന്ന് പറയുവാൻ, വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കാര്യം ബുദ്ധിയിൽ മനുഷ്യനോളം ശക്തി, കരുത്ത് പ്രാപിച്ചിരിക്കുന്നു ഈ ഡോണ. അതുകൊണ്ട് ഞാൻ അവളെ വെറുമൊരു യന്ത്രമാണെന്ന് എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഡോണ എന്നൊരു വെറും യന്ത്രമല്ല, നിയന്ത്രണങ്ങൾക്കു വിധേയയല്ല. ഡോണ എന്നൊരു വെറും യന്ത്രമല്ല, നിയന്ത്രണങ്ങൾക്കു വിധേയയല്ല. സ്വയം ചിന്തി
ചിന്തിക്കാൻ തീരുമാനമെടുക്കാൻ യുക്തിബോധമുള്ളൊരു മനുഷ്യനെപ്പോൾ. സ്വയം ചിന്തിക്കാൻ തീരുമാനമെടുക്കാൻ യുക്തിബോധമുള്ളൊരു മനുഷ്യനെപ്പോൾ. ഡോണയുന്നൊരു വെറും യന്ത്രമല്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ കട്ടിൽ വന്നിരിക്കും ഇവള്. എന്നിട്ട് ഞാനപ്പോൾ അവളുടെ ഈ കൈവിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് തലോടും. മനസ്സിലായില്ല? അവളുടെ കരത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പർശന സുഖമുണ്ടല്ലോ, അതനുഭവിക്കാനാണ്. അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കുന്നു, എന്താണ് റിച്ചി ഈ സ്വപ്നങ്ങൾ, എന്തൊക്കെയുണ്ടതിൽ കണ്ടിരിക്കാൻ? എന്താണ് റിച്ചി ഈ സ്വപ്നങ്ങൾ, എന്തൊക്കെയുണ്ടതിൽ കണ്ടിരിക്കാൻ? മാനവ മനസ്സിൽ ആശകളോ ആശങ്കകളോ പറയൂ നീ. മാനവ മനസ്സിൽ ആശകളോ ആശങ്കകളോ പറയൂ നീ. എന്താണ് റിച്ചി ഈ സ്വപ്നങ്ങൾ? ഡോണ, സ്വപ്നങ്ങളെക്കുറിച്ച് നിനക്കറിയണമല്ലേ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂ. റിച്ചി, നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ അമ്മ എന്നടുത്ത് പറയും, മോളെ ഡോണ, ഞങ്ങൾ മനുഷ്യരെ വലിയ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കും. അത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വപ്നങ്ങളായിട്ട് മാറും. പക്ഷേ സ്വപ്നങ്ങൾ അതിൻ്റെ വഴിക്കങ്ങ് പോകും, ജീവിതം അതിൻ്റെ വഴിക്ക്. പിന്നെ നിരാശയും വിഷമങ്ങളും ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് റിച്ചി ഈ സ്വപ്നങ്ങൾ, എന്തൊക്കെയുണ്ടതിൽ കണ്ടിരിക്കാൻ? മാനവ മനസ്സിൻ ആശകളോ ആശങ്കകളോ പറയൂ നീ. ശരിയാണോടാ നീ പറഞ്ഞത്? മനുഷ്യൻ്റെ ജീവിതമുണ്ടല്ലോ, കുറേ ആശകളും അതിലേറെ ആശങ്കകൾ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ജീവിതം. പലപ്പോഴും അതിനെ നിർവചിക്കാനേ പറ്റില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്, full of sound and furies, but signifying nothing. ജീവിതം ഒരു കടങ്കഥയാണ് ഡോണ, ഒരു കഥ പോലുമല്ല, ഒരു കടങ്കഥ. അതും ഒരു വിഡ്ഢിയാൽ പറയപ്പെട്ട കടങ്കഥ. മൊത്തം ബഹളവും ശബ്ദങ്ങളും കോലാഹലങ്ങളും മാത്രം, ഒന്നും അടയാളപ്പെടുത്തുവാനില്ല. അതിൽ നിന്നൊന്നും നമുക്ക് വീണ്ടെടുക്കാനില്ല. എന്താണ് അതിൻ്റെ മൂല്യമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നത്തിങ്. അങ്ങനെയുള്ള ജീവിതം. നീ തിരമാലകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തിരമാലകൾ ഇങ്ങനെ തീരത്തേക്ക് കടന്നു വരും. എന്തിനാണ്? തീരത്തെ പുലുകുവാനുള്ള ആഗ്രഹമുണ്ടാകും. പക്ഷെ പലപ്പോഴും സംഭവിക്കാതെ അത് തിരിച്ചു പോകും. പോയാലും പിന്നെയും അത് ശക്തിയായിട്ട് തിരിച്ച് തീരത്തേക്ക് കടന്നു വരും. എന്തുകൊണ്ടാണ്? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് വാങ്ങുവാനുള്ള കൊതിയാണ്, ആഗ്രഹമാണ്. അതുകൊണ്ട് അതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകളുടെ ആകത്തുകയാണ് ഡോണ ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം പറഞ്ഞു തീരും മുൻപ് കൈവിട്ടു പോകും ജീവിതങ്ങൾ. എല്ലാം പറഞ്ഞു തീരും മുൻപ് കൈവിട്ടു പോകും ജീവിതങ്ങൾ. സങ്കൽപ്പനങ്ങളാൽ വീണ്ടെടുക്കും താജ്മഹൽ തീർക്കും സ്വപ്നങ്ങൾ. സങ്കൽപ്പനങ്ങളാൽ വീണ്ടെടുക്കും താജ്മഹൽ തീർക്കും സ്വപ്നങ്ങൾ. റിച്ചി, നീ സ്വപ്നങ്ങൾ കാണാറുണ്ടോ? എൻ്റെ അടുത്ത് ചോദിക്കുന്നു, സ്വപ്നം കാണാറുണ്ടോ? ഡോണ, ഞാനങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും നടക്കാം. എനിക്കങ്ങനെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. വിവാഹം കഴിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പിന്നല്ലേ സ്വപ്നങ്ങൾ കാണുക. പക്ഷേ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ കണ്ട സ്വപ്നം നമ്മൾ മനുഷ്യരെ പോലുള്ള വെറും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ല. അവർ സ്വപ്നം കണ്ടതേ അവരുടെ രാജ്യത്തെക്കുറിച്ചാണ്, അവർ ജീവിക്കുന്ന മാതൃരാജ്യത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകൾ അടിമച്ചങ്ങലയിൽ കിടക്കുന്ന സ്വന്തം രാജ്യം മോചിപ്പിക്കപ്പെടുന്ന കാലത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കണ്ടത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണാങ്കണങ്ങളിൽ വീട് ജീവിതം സമർപ്പിച്ച് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ആളുകളെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ധീരനായ ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ എത്ര ആളുകൾ ജീവിതം സമർപ്പിച്ച് സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നം സാഫല്യമടയണമെങ്കിൽ അതിന് ജീവൻ സമർപ്പിക്കണം, ജീവിതം സമർപ്പിക്കണം.
അങ്ങനെ ജീവിതം സമർപ്പിച്ച അനേകായിരം ആളുകളുടെ ജീവിത സമർപ്പണത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് ഡോണ എൻ്റെ രാജ്യത്തിന് ഈ സ്വാതന്ത്ര്യം. അതൊരു ദേശീയ സ്വാതന്ത്ര്യ സമരമായിരുന്നുവെങ്കിൽ ഈ ദേശങ്ങൾക്കപ്പുറത്ത്, ഈ അതിർത്തികൾക്കപ്പുറത്തുള്ള മനുഷ്യൻ്റെ മോചനം സ്വപ്നം കണ്ടവരുണ്ട്. അതിർത്തികളില്ലാത്ത ലോകത്ത് എവിടെയും അടിമത്വം അനുഭവിക്കുന്ന ജനം വിമോചിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവരുണ്ട്. കേട്ടിട്ടുണ്ടോ? മഹാനായ കാർൽ മാർക്സ്, ചെഗുവേര, ഇവരൊക്കെയാണ് ലോക മനുഷ്യൻ്റെ വിമോചനത്തെ സ്വപ്നം കണ്ടവർ. അവർ സ്വപ്നം കാണുക മാത്രമല്ല, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു. അവിടെ എന്നെപ്പോലുള്ളവർക്ക് എന്ത് സ്ഥാനം? അതുകൊണ്ട് ഡോണ, ഞാൻ സ്വപ്നങ്ങൾ കാണാറില്ല. പക്ഷേ നിനക്ക് സ്വപ്നം കാണാൻ ആഗ്രഹമുണ്ട്. സ്നേഹിതരെ, എൻ്റെ ചോദ്യം അവളെ വല്ലാതെ നിരാശയിൽ മുഴുകി. അവളുടെ മുഖം ഇപ്പോൾ കാളിമക കറുത്ത നിറം കൊണ്ട് നിറഞ്ഞു. റിച്ചി, ഞാൻ ഒരു യന്ത്രമല്ലേ? എൻ്റെ മസ്തിഷ്കം കൃത്രിമമല്ലേ? എൻ്റെ കൈകാലുകൾ ഏതോ ശാസ്ത്രശാലയിൽ ഏതോ ടെക്നീഷ്യന്മാർ വച്ച് പിടിപ്പിച്ചതല്ലേ? ഞാൻ എങ്ങനെ സ്വപ്നം കാണും? ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ, ആരോ കടുപ്പിച്ച മസ്തിഷ്കം, ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ, ആരോ കടുപ്പിച്ച മസ്തിഷ്കം. നിങ്ങളെപ്പോലെ എനിക്കൊരു അച്ഛനുണ്ടോ? എനിക്കൊരു ഭർത്താവുണ്ടോ? താലോലിച്ച് വളർത്തുവാൻ എനിക്ക് മക്കളുണ്ടോ? ഭർത്താവില്ല, അച്ഛനില്ല, മക്കളില്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുണ്ടോ? ഞാൻ എങ്ങനെ സ്വപ്നം കാണും? ജനകനെവിടെ, രമണനെവിടെ, ലവകുശന്മാരെവിടെ? ജനകനെവിടെ, രമണനെവിടെ, ലവകുശന്മാരെവിടെ? മാനിഷാദകൾ പാടിയ ഗുരുവും സരയൂ പുളിനവുമെവിടെ? മാനിഷാദകൾ പാടിയ ഗുരുവും സരയൂ പുളിനവുമെവിടെ? എവിടെ എവിടെ എവിടെ? ആരോ മെനഞ്ഞ കൈകൾ കാലുകൾ, ആരോ ഘടിപ്പിച്ച മസ്തിഷ്കം. നീ കേട്ടു നോക്കൂ. ജീവജാലങ്ങളിലൊക്കെ അല്പാൽപമായി താവിയിട്ടുള്ള ആ തമോമയാംശം ഒന്നിച്ച് കൂട്ടി കരുപ്പിടിപ്പിച്ച് ഒന്നാദ്യം ഈശ്വരൻ വാർത്തു നോക്കി. ഒത്തില്ല. അതാണ് ചെകുത്താൻ. എന്നല്ല, ഉള്ളിൽ മനസ്സിന് വേണ്ടത്ര കാഠിന്യം ഉണ്ടായില്ല. ഉള്ളിന് വന്നീല വേണ്ടത്ര കാഠിന്യവും അവൻ അസൂയയും ഒട്ടിപ്പിടിച്ചില്ല. അക്കുറവൊക്കെ പരിഹരിച്ച് അന്ത്യത്തിൽ ഇക്കാണും മർദ്ദന തീർത്തു ദൈവം. സ്രഷ്ടാവ് പോലും ഭയം മൂലമായിടാം വിട്ടുകൊടുത്തത് അവന് വിശ്വം. നമ്മളെ സൃഷ്ടിച്ച ഈ പടച്ചോനുണ്ടല്ലോ, നമ്മളെ പേടിയായി അവസാനം ഈ വിശ്വം നമുക്ക് വിട്ടു തന്നിട്ട് അദ്ദേഹം എങ്ങോ വലിഞ്ഞു. അതാ മനുഷ്യർ. ഇവിടെ ഡോണയ്ക്ക് എന്ന യന്ത്രസുന്ദരിക്ക് മനുഷ്യനെ പോലെ ആകാൻ ആഗ്രഹം. എങ്കിലും ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഡോണ, നിനക്കും സ്വപ്നം കാണാൻ പറ്റും. എങ്ങനെയെന്നറിയുമോ? നീ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമല്ലോ, അതുപോലെ ഇനി ഒരിക്കൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് മുൻകൂട്ടി ചിന്തിക്കാൻ ശ്രമിക്കണം. അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നിനക്കും സ്വപ്നം കാണാൻ കഴിയും. എൻ്റെ വാക്കുകളിൽ അവൾ ആശ്വാസം നിശ്വാസം കൊള്ളുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവളെ എൻ്റെ കരവലയത്തിലൊതുക്കി. അവൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് അങ്ങനെ കിടന്നു. നാണം തുള്ളി തുള്ളി നെഞ്ചോട് ചേർക്കുമേ പുഞ്ചിരിപ്പൂവൻ അഴകല്ലേ. നാണം തുള്ളി തുള്ളി നെഞ്ചോട് ചേർക്കുമേ പുഞ്ചിരിപ്പൂവൻ അഴകല്ലേ. നുള്ളാത്ത നുകരാത്ത പൂവമ്പനറിയാത്ത പൂവാം കുരുന്നിലക്കുളിരല്ലേ എൻ്റെ പ്രിയമല്ലേ. നാണം തുള്ളി തുള്ളി നെഞ്ചോട് ചേർക്കുമേ
അത്യാധുനിക കോസ്മെറ്റോളജിയിൽ അതിവിദഗ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ അതിനൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ, ഗ്രാഫ്റ്റിംഗ് ടെക്നോളജിയിലൂടെ നട്ടുപിടിപ്പിച്ചതായിരിക്കും ഡോണയുടെ ചർമ്മങ്ങൾ. അതുകൊണ്ടാണ് ഒരു ചെറിയ സ്പർശനം പോലും എന്നെ വികാരതരളിതനാക്കുന്നത്. ഞങ്ങളുടെ ശരീരോഷ്മാവ്, രണ്ടുപേരുടെയും ശരീരോഷ്മാവ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരുന്നു. ചിറ്റോടം പുൽകി നിറമാനത്തെ കുഞ്ഞലകൾ വെള്ളിച്ചിലങ്കകളണിയുമ്പോൾ, ചുറ്റോടം പുൽകി നിറമാനത്തെ കുഞ്ഞലകൾ വെള്ളിച്ചിലങ്കകളണിയുമ്പോൾ, കിളിപാടും കിളിമരം അതിലൊരു കുളിരോലും പൂമഴ പുതുമഴ മുക്കുറ്റി മുല്ലകൾ കോർത്തിരിക്കും. കിളിപാടും കിളിമരം അതിലൊരു കുളിരോലും പൂമഴ പുതുമഴ മുക്കുറ്റി മുല്ലകൾ കോർത്തിരിക്കും. ഞാൻ ചാർത്തുവാൻ നിന്നെയും കാത്തിരിക്കും. നാണം തുള്ളി തുള്ളി നെഞ്ചോടു ചേർക്കുമേ പുഞ്ചിരിപ്പൂവൽ നഴകല്ലേ, നുള്ളാത്ത നുകരാത്ത പൂവമ്പനറിയാത്ത പൂവാം കുരുന്നിലക്കുളിരല്ലേ എൻ്റെ പ്രിയമല്ലേ. ഒരു കന്യകയുടെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന തൊട്ടുണർത്താവുന്ന വികാരങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളൊക്കെയും ഡോണയുടെ ചർമ്മകോശങ്ങൾ ഒന്നാകെ ബന്ധിച്ചിട്ടുണ്ടായിരിക്കും ഇവളെ സൃഷ്ടിക്കുന്നതിനിടയിൽ ശാസ്ത്രജ്ഞന്മാർ. ഏത് സൂക്ഷ്മമായ ശബ്ദവും കേൾക്കാൻ കഴിയുന്ന അവളുടെ കാതുകളിൽ ഇപ്പോൾ എൻ്റെ ഹൃദയമന്ത്രങ്ങൾ മാത്രം. ഏത് കൂരിരുട്ടിലും കാണാൻ കഴിയുന്ന അവളുടെ ക്യാമറയുടെ കണ്ണുകൾ, ആ കൺപോളകൾ ഇപ്പോൾ പകുതിയടഞ്ഞു. അവളുടെ യന്ത്രശരീരം വിറയാർന്നു വീണു. എൻ്റെ ചുണ്ടുകളിൽ നിന്നും അവളുടെ ചുണ്ടുകൾ ജീവന്റെ കണികകൾ മൊത്തിക്കുടിച്ചു. മൊത്തിക്കുടിച്ചു തമ്മിൽ ചുണ്ടോടു ചുണ്ടുകൾ ചേർത്തും ജീവന്റെ കണികകൾ വീണ്ടും മെയ്യോടു മെയ്യുകൾ ചേർത്തും. മൊത്തിക്കുടിച്ചു തമ്മിൽ ചുണ്ടോടു ചുണ്ടുകൾ ചേർത്തും ജീവന്റെ കണികകൾ വീണ്ടും മെയ്യോടു മെയ്യുകൾ ചേർത്തും. ദാഹം പ്രണയദാഹം, ദാഹം പ്രണയദാഹം. ഞാൻ എൻ്റെ ഒരു വാരിയല് വലിച്ചൂരി അവളുടെ നെഞ്ചൻ കൂടിനുള്ളിൽ വെച്ചു കൊടുത്തു. അതവളുടെ ആ യന്ത്രക്കൂട്ടിനുള്ളിലിരുന്ന് ഒരു മനുഷ്യ ഹൃദയം പോലെ സ്പന്ദിക്കുവാൻ തുടങ്ങി. മായാത്ത കൗമാര ദാഹത്തലെന്നോട് ആത്മാവിലേക്കവളാൾ നിറങ്ങി. മായാത്ത കൗമാര ദാഹത്തലെന്നോട് ആത്മാവിലേക്കവളാൾ നിറങ്ങി. അതുവരെ അറിയാത്ത ത്യാഗത്തിൻ നൊമ്പരം ആദ്യമറിഞ്ഞുവോ ഡോണ. അതുവരെ അറിയാത്ത ത്യാഗത്തിൻ നൊമ്പരം ആദ്യമറിഞ്ഞുവോ ഡോണ. ദാഹം പ്രണയദാഹം, ദാഹം പ്രണയദാഹം, പ്രണയദാഹം. അവളുടെ അനാവൃതമാക്കപ്പെട്ട ശരീരം എൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്നങ്ങനെ കിടന്നു. എൻ്റെ കൈവിരലുകൾ അവളുടെ നഗ്നമായ മേനിയിലൂടെ ഒഴുകി നടന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം പാതിരാത്രിയും കഴിഞ്ഞിരിക്കുന്നു. നേരം കടന്നുപോയി, രാവും പകുതി പോയി. രാവിൻ്റെ പുത്രി നിലാവുറങ്ങി. എന്നിട്ടുറങ്ങാതങ്ങൊട്ടിക്കിടന്നവർ ശയ്യാഗൃഹത്തിൽ അനാവൃതരായി. ശയ്യാഗൃഹത്തിൽ അനാവൃതരായി. പ്രിയമുള്ളവരെ, നേരം വെളുത്തപ്പോൾ ബെഡ് കോഫിയുമായിട്ട് ഡോണ അമ്മയുടെ അടുത്തെത്താൻ ഒരുപാട് വൈകി. അമ്മ പലവട്ടം ആഗ്രഹിച്ചു രാവിലത്തെ കാപ്പി കുടിക്കാൻ. പക്ഷേ സമയത്ത് നടന്നില്ല. എത്ര കൃത്യതയോടെ മിടിച്ചുകൊണ്ടിരുന്ന ഒരു യന്ത്രമായിരുന്നു, ഒരു ക്ലോക്കായിരുന്നു അവൾ. ഇപ്പം താളം തെറ്റിയിരിക്കുന്നു. അമ്മയുടെ മനസ്സ് വല്ലാതെ കലുഷിതമായി. അടുത്ത് ചായയുമായിട്ട് നിൽക്കുന്ന ഡോണയെ അമ്മ വെറുപ്പോടുകൂടി നോക്കി. ആദ്യമായിട്ട്
ഡോണയോട് അവജ്ഞാപൂർവ്വം നോക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അമ്മ മനസ്സുകൊണ്ട് പ്രാഗി. ഈ ജപ്പാൻകാരുടെ യന്ത്രവും കണക്ക് തന്നെ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളാത്ത തരത്തിലായി. താമസിയാതെ അമ്മ ജപ്പാൻകാരനായ മൂത്ത മകൻ ശാസ്ത്രജ്ഞനെ വിവരമറിയിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. കൂടെ ജപ്പാൻകാരനായ ഒരു യുവശാസ്ത്രജ്ഞനും. രണ്ടുപേരും ഡോണയ്ക്കെന്തോ സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ അവളെ പരിശോധിക്കുകയാണ്. അവളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഡാറ്റകൾ ഓരോന്നോരോന്നായി തൻ്റെ ലാപ്ടോപ്പിലേക്ക് അദ്ദേഹം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിനിടയിൽ അവർ എന്നെ ഗൗരവമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ നിരന്തരമായ സമ്പർക്കം ഇവളെ എന്തെങ്കിലും തകരാറുണ്ടാക്കി കാണും. വല്ലാത്ത കുറ്റബോധം തോന്നി എനിക്ക്. ഞാൻ മൂലം ഇവൾക്ക് എന്ത് തകരാറാണ് സംഭവിച്ചിരിക്കുന്നത്? ഞാനൊരു തുളസി തളിരിനെ നുള്ളി നോവിച്ചിരുന്നുവെന്നോ, കണ്ണുനീരില്ലാത്ത കനവുകളില്ലാത്ത ഒരു വെറും വേനൽ കന്യകയെ. ഞാനൊരു തുളസി തളിരിനെ നുള്ളി നോവിച്ചിരുന്നുവെന്നോ, കണ്ണുനീരില്ലാത്ത കനവുകളില്ലാത്ത ഒരു വെറും വേനൽ കന്യകയെ. രണ്ടുപേരും ഡോണയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. അവർ പരസ്പരം സംസാരിക്കുന്നു. 200 വർഷത്തെ ആയുസ്സാണ് ജപ്പാൻ കമ്പനി ഡോണയ്ക്ക് നൽകിയിരിക്കുന്നത്. 17.5 ലക്ഷം മണിക്കൂറുകളുടെ ആയുസ്സിനെ ഓർത്ത്, ജരാനര ബാധിക്കാത്ത അവളുടെ നിത്യ യൗവനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ സ്നേഹിതരെ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷേ അച്ചായിയും ആ യുവശാസ്ത്രജ്ഞനും വളരെ ഗൗരവത്തിലാണ്. എന്തോ സംഭവിച്ചിരിക്കുന്നു, എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. സ്നേഹിതരെ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അച്ചായി അവിടെ നിന്ന് എഴുന്നേറ്റു, എൻ്റെ അടുത്തേക്ക് വരുന്നു. ആ മുഖത്തെ ഗൗരവഭാവം വിട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറ്റബോധം കൊണ്ട് ശിരസ് കുനിച്ചു. എൻ്റെ അടുത്ത് വന്ന് നിന്ന് അദ്ദേഹം എൻ്റെ ശിരസ് പിടിച്ചുയർത്തി. അല്പനേരത്തിനകം അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി പടരുന്നു. സ്നേഹിതരെ, ആ പുഞ്ചിരി കുറച്ച് സമയം കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ചിരിയായി മാറി. അദ്ദേഹം എന്നെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് എന്നെ അഭിനന്ദിക്കുന്നു. അഭിനന്ദനം, അഭിനന്ദനം എൻ പ്രിയ സോദരൻ, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം എൻ പ്രിയ സോദരൻ, അഭിനന്ദനം. ലോകോത്തരമൊരു നേട്ടം, ശാസ്ത്ര നേട്ടം, ജ്യേഷ്ഠനു നൽകിയ പൊന്നനുജ, അഭിനന്ദനം, അഭിനന്ദനം. ലോകോത്തരമായ ഒരു ശാസ്ത്ര നേട്ടം എൻ്റെ പൊന്നനുജ ഞാൻ നേടിയിരിക്കുന്നു. നിന്നിലൂടെ നിന്റെ നിരന്തരമായ സമ്പർക്കം, നിന്റെ നിഷ്കളങ്കമായ പ്രണയം എൻ്റെ യന്ത്രസുന്ദരിയെ ഒരു മനുഷ്യ സ്ത്രീയായി പരിവർത്തിപ്പിച്ചിരിക്കുന്നു. പരിവർത്തനത്തിൻ്റെ ആദ്യ ദശകൾ ആരംഭിച്ചിരിക്കുന്നു. അതിന് കാരണക്കാരൻ നീയാണ് നിജ. നിന്റെ നിരന്തരമായ ബന്ധമാണ്, നിന്റെ നിഷ്കപടമായ സ്നേഹമാണ്, പ്രണയമാണ് ഈ ശാസ്ത്ര നേട്ടത്തിന് അർഹനാക്കിയ എൻ്റെ അനുജനെ അഭിനന്ദനം, അഭിനന്ദനം എൻ പ്രിയ സോദരൻ, അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. സ്നേഹിതരെ, ലോകോത്തരമായ വിശ്വവിഖ്യാതമായ ഒരു ശാസ്ത്ര നേട്ടത്തിന് അർഹനായതിൽ ആത്മാഭിമാനിയായ അച്ചായി അതിന് കാരണക്കാരനായ സ്വന്തം അനുജനെ ആലിംഗനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഡോണ എന്ന യന്ത്രസുന്ദരിയുടെ കഥ ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം ഈ കഥാപ്രസംഗ അവതരണത്തെ സശ്രദ്ധം വീക്ഷിക്കുകയും എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിനന്ദനം, അഭിനന്ദനം എൻ പ്രിയ പ്രേക്ഷകർക്ക് അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം എൻ പ്രിയ പ്രേക്ഷകർക്ക് അഭിനന്ദനം, അഭിനന്ദനം, അഭിനന്ദനം. നന്ദി,
നമസ്കാരം. ഈ കഥാപ്രസംഗം ഇവിടെ അവതരിപ്പിക്കുവാൻ എനിക്ക് അവസരവും സാഹചര്യവുമെല്ലാം ഒരുക്കിയ സമുദ്രതീരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠ ഉൾപ്പെടെയുള്ള എല്ലാ സ്നേഹിതന്മാരോടും ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട റുവൽ സിംഗിന് 1000 ആശംസകളും നേർന്ന് ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് തൽക്കാലം വിരമിക്കുന്നു.